ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ വീടുകളിലുള്ള എ സി എങ്ങനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്തായാലും കുറേ ഒരു 2 മാസമൊക്കെ പിടിക്കുമ്പോഴത്തേക്കും എ സി നമുക്ക് ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആളെയൊക്കെ വിളിച്ചാൽ സാധാരണ ചെയ്യിക്കാറ്. അപ്പം തന്നെ എങ്ങനെ നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ എ സി എന്ന് പറയുന്നത് ഗോദ്റേജ് 3 സ്റ്റാർ ഇയോൺ ആണ്. അപ്പോൾ ഈ 2 സൈഡിലും ഇതേപോലെ തുറക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വലിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഡിക്കിയൊക്കെ തുറക്കുന്ന പോലെ തന്നെയാണ് ഇത്. ഇതേപോലെ തുറന്നു കഴിഞ്ഞാൽ ഇത്രേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ് ഈ 2 സാധനം കണ്ടോ, നെറ്റ് പോലെ, അതാണ് ഫിൽറ്റർ. അപ്പോൾ ഇത് വേണം നമുക്ക് ക്ലീൻ ചെയ്യാൻ ആദ്യം. അപ്പോൾ അത് വേണം നമ്മൾ ആദ്യം ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ഊരിയെടുക്കുന്നതിന് വേണ്ടി ഇത് കണ്ടില്ല, മുടിയൊക്കെ ഇരിപ്പുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ എ സിയുടെ എയറിൽ കയറുന്നതാണ് ഇതൊക്കെ. ഇതേപോലെ ആ നടുക്കുള്ള ഈ സാധനം പിടിച്ച് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം താഴോട്ട് വലിച്ചാൽ മതി. അപ്പോൾ ഇത് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം പൊടിയുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പം നല്ല പൊടി ശരിക്കും പിടിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതാണ് ഇത്രയും ഭയങ്കര ഒരു നല്ല പരുവായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നല്ല പൊടിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്കും അതേപോലെ മുകൾ ഭാഗത്തും ഒക്കെ കയറി നല്ല പോലെ ആകെ കുളമായിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് പണിതെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും ഒന്ന് നല്ലപോലെ ക്ലീനാക്കി എടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ടോയ്ലറ്റിൽ ഹാൻഡ് ഷവർ വെച്ച് നന്നായിട്ടൊന്ന് നല്ല ഫോഴ്സിലൊന്ന് നല്ല അടിച്ച് തെറിപ്പിച്ചൊന്ന് കഴുകണം. എങ്കിൽ ഈ പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഹാൻഡ് ഷവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പൈപ്പിനടിയിലാണെങ്കിൽ നല്ല ഫോഴ്സിൽ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് കുത്തി ഒഴിച്ച് റെഡിയാക്കി എടുക്കുക. ഇതേപോലെ കണ്ട അഴുക്കും പൊടിയൊക്കെ ഇളകി പോകും. അപ്പോൾ ഏകദേശം പൊടിയെല്ലാം പോയി കഴിഞ്ഞു. എന്നാലും ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ സോപ്പും ചകിരിയും, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. സോപ്പും ചകിരി ഉപയോഗിച്ച് കഴുകുമ്പോഴത്തേക്കും ആ നെറ്റ് പൊട്ടി പോകരുത്. ആ രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് പതുക്കെ വേണം ചെയ്യാനായിട്ട്. കമ്പിയുടെ ചകിരി ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ചകിരി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, പഴയ ടൂത്ത് ബ്രഷൊക്കെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിലും ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പതുക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പതുക്കെ ചെയ്തെടുക്കണം. അത് പൊട്ടാത്ത രീതിയിൽ പതുക്കെ ചെയ്തെടുക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളം വെച്ച് വാഷും ചെയ്യണം. അപ്പോൾ എ സി ഇങ്ങനെ പൊടിയായിട്ടൊക്കെ ഇരുന്ന് നമ്മളത് ഇട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഇൻഫെക്ഷൻസൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷനോ അതേപോലെ ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കൂളിംഗ് ഒക്കെ കുറഞ്ഞു പോകും. കൂളിംഗ് നമുക്ക് ഇത് നന്നായിട്ട് അടഞ്ഞു കഴിയുമ്പം കൂളിംഗ് നമ്മൾ എത്ര ഇപ്പം കൂട്ടിയിട്ടാലും കൂളിംഗ് ഭയങ്കരമായിട്ട് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ കൂളിംഗ് കുറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചോണം, മെയിൻ കാരണം ഇതിൻ്റെ പൊടി കയറി തിങ്ങുന്നതാണ്. അപ്പോൾ അതിനൊറ്റൊരു വഴി ഇതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ക്ലീനാക്കി എടുക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം പകൽ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ 2 ഫിൽറ്റർ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഈ വെള്ളം, ഇതിനകത്തുള്ള വെള്ളം ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു നല്ല കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഒരു ടർക്കിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. നല്ലപോലെ ഒപ്പി എടുക്കണം. ഒരു കാരണവശാലും ഉരച്ചൊന്ന് തുടച്ചു കൊടുക്കരുത്. കാരണം അതിൻ്റെ നെറ്റ് പൊട്ടിപ്പോയാൽ പിന്നെ തീർന്നു, പിന്നെ നമുക്ക് ഡബിൾ പണിയാകും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ഉണക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് നമ്മൾ ഫാനിൻ്റെ കാറ്റ് കൊള്ളിച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. ഇനി നമുക്കിത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എ സി ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മുക്കിലും മൂലയ്ക്കും ഒക്കെ നന്നായിട്ട് പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം സ്വിച്ച് അങ്ങ് ഓഫാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ബ്രഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് നന്നായിട്ടൊന്ന് ഇത് കണ്ട ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സാധനങ്ങളൊന്നും ഇളകിപ്പോകരുത്. നല്ല രീതിയിൽ സൂക്ഷിച്ച് തന്നെ നന്നായിട്ടൊന്ന് പൊടിയൊന്ന് അടിച്ചടിച്ച് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു
ചെറുതായിട്ടൊന്ന് നനവുള്ളൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എ സിയുടെ മുകൾ ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗത്താണ് കൂടുതലായിട്ട് ഇങ്ങനെ പൊടി അടിഞ്ഞ് കയറുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗം വേണം നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യാൻ. എ സി ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ആ മുകൾ ഭാഗം മുഴുവനും നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് അടിച്ച് അതിൻ്റെ മുകൾ ഭാഗം എല്ലാം തുടച്ച് ചുറ്റിനൊന്ന് തുടച്ചതിന് ശേഷം ഈ അകഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ മുകൾ ഭാഗം ചെയ്യാൻ നിന്നാൽ വീണ്ടും അകത്തേക്ക് പൊടി കയറും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. നല്ലപോലെ പൊടി അടിഞ്ഞുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഈ മുകൾ ഭാഗം വേണം ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. അതെല്ലാവരും പ്രത്യേകം മറക്കാതെ ശ്രദ്ധിക്കണം. കണ്ടോ, ഇത് ചെറിയൊരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ തന്നെ തുടച്ച് മാറ്റണം. എന്നിട്ട് അകഭാഗം ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ തുണിയും ബ്രഷൊക്കെ വെച്ച് നമ്മൾ എ സി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫിൽറ്റർ തിരിച്ചു വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആ ഫിൽറ്ററോട് നമ്മുടെ നേരത്തെ എടുത്തതുപോലെ തന്നെ തിരിച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം കണ്ടോ, അതിനകത്ത് ഇങ്ങനെ പിടിക്കുന്നൊരു ചെറിയൊരു സാധനമുണ്ട്. ഈ ഭാഗം തന്നെ താഴെ വരുന്ന രീതിയിൽ നമ്മളിതാ ഈ ഒരു സ്ലൈഡ് പോലെ ഉണ്ട് കണ്ടോ, അതിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം മുകളിലേക്കൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേക്കാക്കുക. രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ അകത്തേക്കാക്കി കൊടുക്കുക. രണ്ട് വശത്തിൻ്റെ അകത്തേക്കാക്കി കൊടുക്കുക. അപ്പോൾ അത് രണ്ട് സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. രണ്ടും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പം പുതിയൊരു ഫിൽറ്റർ വാങ്ങിച്ച് വെച്ച പോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ₹1 പോലും ചിലവില്ലാതെ നമ്മുടെ കയ്യിലുള്ള സാമഗ്രികളൊക്കെ വെച്ച് നമ്മൾ എ സി നല്ല പുതിയതുപോലെ ആക്കിയിട്ടുണ്ട്. ഫിൽറ്ററൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ, നല്ല ഐശ്വര്യം അല്ലേ, നല്ല സൂപ്പറായിട്ടത് സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അടഞ്ഞോളും. ഇനി നമുക്ക് എ സി യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഓണാക്കുക. ഇനി നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ദിവസം കൂളിംഗ് ഇല്ല എന്നുള്ളൊരു വിഷമമായിരുന്നു. അപ്പോൾ ഇത് ഫിൽറ്റർ ക്ലീൻ ചെയ്ത സ്ഥിതിക്ക് ഇത് നല്ല കൂളിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻവെർട്ടർ എ സി ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓരോ എ സിക്ക് ഓരോ സെറ്റിങ്സ് ആണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.